നിനക്ക് വട്ട് പിടിച്ചിട്ടുണ്ടോ? എനിക്കാ ഉണ്ട്. എപ്പ പിടിച്ച്? നിന്റെ വർത്താനം കേൾക്കുമ്പോ അല്ലാണ്ട് ഇപ്പോ. അതെ. എടാ ശരത്തെ, നീ കഴിഞ്ഞ എപ്പിസോഡ് തീരെ മിണ്ടിയില്ല എന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിൽ പോഡ്കാസ്റ്റ് ആര് എഡിറ്റ് ചെയ്യും? നീ തന്നെയല്ലേ ചെയ്യുന്നത്? എഡിറ്റിംഗ് ഡെഡ്ലൈൻ പോഡ്കാസ്റ്റ് റെക്കോർഡിംഗ് തീരുന്നതിന് മുന്നേ ആക്കാൻ പറഞ്ഞ ഞാൻ എന്ത് വേണ്ട, മനസ്സിലായി. അല്ലടാ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? അതേ വരാം, സൗകര്യം ഇല്ലെങ്കിലോ? എനിക്കിവിടെ കയറി വന്നിട്ട് ഏത് നേരം വന്നിരിക്കാനല്ലേ പണിയുള്ളൂ, വേറൊരു പണിയില്ലല്ലോ. പിന്നെ അലാക്കിന്റെ ഡൗട്ട് എന്താ വെച്ചാ പറഞ്ഞു. നീ മൊത്തം നേരം ഇങ്ങനെ ഇരുന്ന് മിണ്ടാണ്ടിരിക്കാനാണോ പ്ലാന്? അത് എപ്പോഴേലും വായ പറഞ്ഞ് എന്തെങ്കിലും സംസാരിക്കാനോ ആഗ്രഹമുണ്ടോ? അതെന്റെ മൊത്തം സമയം കളയാനാണോ നിൽക്കുന്നത്? സമയം കളയണം? ഞാൻ സമയം കളയാം? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഞാനിപ്പോ കുറച്ച് പരിപാടിയുടെ ഇടയിലാണെന്ന്. എന്ത് പരിപാടി? ഞാൻ എന്ത് പരിപാടി കാട്ടുന്ന നിനക്ക് നീ അറിഞ്ഞിട്ട് എന്ത് കാട്ടാനാണ്? അങ്ങനെ പരിപാടിയുള്ളവരെന്തിനാ വരുന്നവരെല്ലാം വിളിച്ച് കയറ്റുന്നത്? പിന്നെ ഇങ്ങനെ പരിപാടി എന്തിനാണ് കൊട്ടല് കട്ടല് കേട്ട പിന്നെ ഇങ്ങനെയാണോ സമാധാനം ഒരു കാര്യം ചെയ്യാൻ പറ്റാം? കൊട്ടുന്നതിൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലാതെ ഒരു കാര്യം ഇതാക്കുന്നതിന് ഇടയിലുണ്ട് സഡൻലി എന്നാവുമ്പോ എന്ത് കോപ്പം എങ്ങനെ ശ്രദ്ധിക്കാനാണ്? അപ്പൊ അതിന് വേഗം ഇങ്ങനെ ആളെ കയറ്റി വിട്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ അയക്കുന്നല്ലേ? ഈ റൂമിലെല്ലാം നിനക്ക് സമാധാനമായിട്ട് പണിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതെങ്ങനെ നിനക്കറിയാം? നീ എങ്ങനെ പറയാനറിയാം? നിങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ എത്ര സമാധാനമായിട്ടാണ് ഇത് ചെയ്ത് കഴിഞ്ഞ കുറച്ച് 2-3 ദിവസമായിട്ട് നിന്നെപ്പോലത്തെ 100 കണക്കിന് ആൾക്കാർ വന്ന് അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിന് മുന്നേ എനിക്ക് എന്ത് കോപ്പ് വേണമെന്ന് കൂടെ കാട്ടുമായിരുന്നു. ഇപ്പം സമാധാനം ഇരിക്കുന്നതിനൊരു പണി പോലെ ആയിരിക്കുകയാണ്. അപ്പൊ നിനക്ക് വേറെ ഒരു പണിയില്ല? ഇല്ല, ഒരു പണിയില്ല. പക്ഷെ അല്ലേ, നീ എനിക്കൊരു ചെറിയ കാര്യം ചെയ്തു തന്നാൽ നീ പറയുന്ന എന്ത് കോപ്പ് പണിയാണെങ്കിലും ഞാൻ ചെയ്യാം. എന്താണ്? നീ ഒന്ന് മര്യാദയ്ക്ക് എന്നെ വെറുതെ വിട്ട് പോയി തന്നാൽ മതി, അത്രേ ഉള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആ കാര്യം പറയാണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തില്ല. എനിക്കിപ്പല്ലേ മര്യാദയ്ക്ക് ഒരു ഉത്തരം പറയാൻ പറ്റില്ല. നീ പക്ഷെ അടുത്ത വട്ടം വരുമ്പോൾ ഞാൻ നല്ല മൂർച്ച ഒരു ഉത്തരം പറഞ്ഞു. അത് മതിയോ? മതിയോന്ന്? മതിയെന്ന് അവൻ പറഞ്ഞു. മതിയെന്ന് അവൻ പറഞ്ഞു. ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഡെഡ്ലൈൻ കൂട്ടാ, പൈസയും കൂട്ടാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയലടാ. നിനക്ക് ഇവിടെ നിന്റെ പൈസയൊക്കെ ഉണ്ടായിരുന്നു? എടാ അവൻ വെറുതെ പറയാടാ. നിന്റെ അക്കൗണ്ടിൽ ബാലൻസ് ആദ്യം കാണിക്ക്, എന്നിട്ട് ചിലക്ക്. എന്റെ ഒന്നുമില്ലടാ. എടാ പൊട്ട, ഞാൻ അവനോടാ പറഞ്ഞേ, നിന്റെ ഇല്ല എന്ന് എനിക്കും അറിയാം. ശരി.